എന്നെ രക്ഷിക്കണേ, അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ. നിൽക്കവിടെ, ഇവൻ വീണത് ആദ്യം കണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ തിന്നും. ഓളാ വാരിമാക്രി, വേണ്ടി വന്ന ഞാൻ നിന്നെ തിന്നും. അങ്ങനെ പാമ്പും പൂച്ചയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പൊന്മാൻ കുഞ്ഞ് അടുത്തുള്ള ഒരു മരത്തിന്റെ പൊത്തിൽ കയറി. രക്ഷപ്പെട്ടു. അയ്യോ ഇതാരാ? അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ. വിശന്ന് കണ്ണു കാണാതിരിക്കുകയായിരുന്നു, രക്ഷപ്പെട്ടു. നിന്നെ ഞാൻ ഇപ്പൊ തിന്നും. അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും ഓടി വരണേ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യില്ല, വെറുതെ വിഴുങ്ങി കുറച്ച് വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. അയ്യോ 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 ഞാനെയും രക്ഷിക്കണേ. എന്റെ അമ്മോ, എന്റെ കണ്ണ് പൊട്ടിയേ. അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ എന്റെ കണ്ണ്, അയ്യോ അയ്യോ. അമ്മേ അമ്മേ, ഇനി അമ്മ പറയുന്നത് എല്ലാം ഞാൻ അനുസരിച്ചോളാം. തക്ക സമയത്ത് ഞാൻ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വേഗം വാ, നിനക്ക് ഞാൻ നല്ല ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ ഉണ്ണിക്കുട്ട, ഇപ്പൊ മനസ്സിലായില്ലേ അനുസരണ ഇല്ലാതായാൽ ആപത്തുണ്ടാകുമെന്ന്? മനസ്സിലായി. ഞാൻ ഇനി ഒരിക്കലും അനുസരണം കേട് കാണിക്കില്ല. സത്യം. മിടുക്കൻ. എന്നാലേ വേഗം നടന്നോ, നിന്റെ അമ്മയെ ഉടൻ കണ്ടെത്തണം. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പടിപ്പൂരം. എന്താ ഉണ്ണിക്കുട്ട നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്ന് ചിരിക്കുന്നേ. അതെ അതെ, ഒന്ന് ചിരിക്കുണ്ണി. ഇവനെ ചിരിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. കരടിമാമൻ വരുന്നുണ്ടല്ലോ. ഹായ്, കയ്യിൽ തേൻകൂടുമുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും തേൻ കുടിക്കാം. തേനോ? എവിടെ? എന്താ കുട്ടികളെ ഇതുവഴി? അല്ല, ഈ ആനക്കുട്ടനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോവുകയാ? ഇവൻ വഴിതെറ്റി വന്നതാ കരടിമാമ. ഞങ്ങൾ ഇവനെ ഇവന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാ. കൊള്ളാം കൊള്ളാം, നല്ല കുട്ടികൾ. കരടിമാമ, ഞങ്ങൾക്ക് കുറച്ച് തേൻ തരാമോ? അതിനെന്താ, ദാ ഇഷ്ടം പോലെ കുടിച്ചോളൂ. ഹായ് ഹായ്, എന്തൊരു സ്വാദ്! ഈ കരടിമാമൻ എന്തു സുഖമാ. എന്നും ഇഷ്ടം പോലെ തേൻ കുടിക്കാം. അത്ര എളുപ്പമൊന്നും തേനെടുക്കാൻ പറ്റില്ല. തേനീച്ചകൾ കുത്തി ശരിയാക്കി കളയും, അറിയാമോ? അയ്യോ, അപ്പൊ മാമൻ എങ്ങനാ തേനെടുക്കുന്നത്? അതിനല്ലേ എനിക്ക് ഈ രോമക്കുപ്പായം. ഇതുള്ളത് കൊണ്ട് തേനീച്ച കുത്തിയാലൊന്നും എനിക്കേൽക്കില്ല. അത് കൊള്ളാമല്ലോ. അയ്യോ, ഈ വികൃതി എന്റെ രോമം മുഴുവൻ പറിച്ചു കളഞ്ഞല്ലോ. എന്താ ഉണ്ണിക്കുട്ട ഇത്?
പാവം കരടിമാമന് വേദനിക്കില്ലേ? ഞാൻ ഈ രോമം പറഞ്ഞു പോരുമോ എന്ന് നോക്കിയതല്ലേ. എടുത്തുചാട്ടം ആർക്കും നല്ലതല്ല. ഇരട്ട പക്ഷികളുടെ കഥ നീ കേട്ടിട്ടില്ലേ? ഇരട്ട പക്ഷികളുടെ കഥയോ? അതേത് കഥയാ? പണ്ട് ഈ കാട്ടിൽ ഒരു ഉടലും 2 തലയുമുള്ള ഒരു അത്ഭുത പക്ഷിയുണ്ടായിരുന്നു. ഉടലൊന്നാണെങ്കിലും തല 2 ആയതുകൊണ്ട് അവർ കിട്ടുന്ന ആഹാരമെല്ലാം പങ്കിട്ട് കഴിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർക്കൊരു ഭംഗിയുള്ള പഴം കിട്ടി. ഹായ്, ഇതാ ഒരു നല്ല പഴം. പക്ഷേ ഇത് വളരെ ചെറുതാണ്. ഇത് ഞാൻ കഴിക്കാം. എന്തായാലും നമുക്ക് വിശപ്പ് മാറിയാൽ പോരെ. ആ പഴത്തിന്റെ പകുതി എനിക്ക് തന്നില്ല. എനിക്കും എന്തെങ്കിലും കിട്ടും. മറ്റൊരു ദിവസം തീറ്റ തേടി പറക്കവേ 2ാം തല ഒരു പഴം കണ്ടെത്തി. ഹായ്, ദാ ഒരു നല്ല പഴം. ഞാനാണത് കണ്ടത്. അയ്യോ, വേണ്ട വേണ്ട, അത് തിന്നരുത്. വിഷപ്പഴമാണ്. നീ നുണയൊന്നും പറയണ്ട. ആദ്യത്തെ പഴം നീ ഒറ്റയ്ക്കാണ് തിന്നത്. ഇത് ഞാനും ഒറ്റയ്ക്ക് തിന്നും. അയ്യോ, അരുത് അരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ വിഷപ്പഴം കഴിച്ചാൽ നീയും ഞാനും ചത്തുപോകും. നമുക്ക് വേറെ എന്തെങ്കിലും തീറ്റ കിട്ടുമോ എന്ന് നോക്കാം. പക്ഷേ 1ാം തല പറഞ്ഞതനുസരിക്കാതെ 2ാം തല ആ പഴം തിന്നു. അയ്യോ, ഞാനിപ്പോ ചത്തുപോകുമേ. അയ്യോ. അതോടെ അവർ 2 പേരും ചത്തു വീണു. കഷ്ടം. 1ാം തല പറഞ്ഞത് 2ാം തല അനുസരിച്ചിരുന്നെങ്കിൽ ഒരാപത്തും വരില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എടുത്തുചാട്ടം ആപത്തിലെത്തിക്കുമെന്ന്. എന്നോട് ക്ഷമിച്ചോട്ടെ കരടിമാമ. ഇനി ഞാൻ കുസൃതി ഒന്നും കാണിക്കില്ല. കൊള്ളാം കൊള്ളാം. ഇന്ന കുറച്ച് തേൻ കുടിച്ചോ. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പൊടിപ്പൂരം. ആ മരത്തിന്റെ തണലിൽ കുറച്ചുനേരം ഇരിക്കാം. അയ്യോ, ഇവിടെ വല്ല കുളമോ കിണറോ ഉണ്ടോ? അല്ലാത്ത ദാഹം. അയ്യോ. ദേ, അവിടെ ഒരു കിണർ നിറയെ വെള്ളമുണ്ട്. വലിയൊരു കിണർ. ഉള്ള വെള്ളമല്ല, ഇപ്പൊ കുടിച്ചേക്കാം. അയ്യോ, എന്റെ നടുവൊടിഞ്ഞേ. അയ്യോ, പാവം കുരങ്ങച്ചൻ. കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. അയ്യോ അയ്യോ. പറ്റിച്ചേ കുരങ്ങനെ പറ്റിച്ചേ. ദന്തടക്കട കുരങ്ങനെ പറ്റിച്ചേ. അയ്യോ അയ്യോ കുരങ്ങച്ച, വല്ലതും പറ്റിയോ? ഈ നുണയം കാരണം എന്റെ നടു ഒടിയാറായി. അമ്മോ, എന്തൊരു വേദന. നുണയന്മാർ അവസാനം അപകടത്തിൽ ചാടും, ഓർത്തോളൂ. മരം വെട്ടുകാരന് പറ്റിയ അമളി നിങ്ങൾക്കറിയില്ലേ? ഇല്ലല്ലോ കുരങ്ങച്ച, അതേത് കഥയാ? കഥകൾ കേൾക്കാൻ ഇവനും വലിയ ഇഷ്ടമാ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവം മരം വെട്ടുകാരൻ ജീവിച്ചിരുന്നു. കുങ്കൻ എന്നാണ് അവന്റെ പേര്. ഒരു ദിവസം മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ കോടാലി തെറിച്ച് പുഴയിൽ വീണു. അയ്യോ, ഞാനിനി എങ്ങനെ മരം വെട്ടും? ഇനി പട്ടിണിയായത് തന്നെ. അവനങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഒരു മത്സ്യകന്യക വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നു. അല്ലയോ മരം വെട്ടുകാരാ, താങ്കൾ എന്തിനാണ് കരയുന്നത്? എന്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി. അതില്ലാതെ എനിക്ക് മരം വെട്ടാൻ കഴിയില്ല. എന്നെ രക്ഷിക്കണേ.